ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേര് ഇന്നത്തെ സമയക്കുറവ് കാരണം ഒരു വീട് പുതിയൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നതിനേക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നത് ഇപ്പോൾ വീട് വെച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരിൽ നിന്നൊരു പുതിയ വീട് വാങ്ങിക്കാനായിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇത് ആഗ്രഹം കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റത് ഒത്തിരി ടൈം വേണം, ഒത്തിരി ജോലിക്കാരെ സമയാസമയങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വീട് പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ക്യാഷ് കൊടുത്ത് നമുക്കത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെച്ചിട്ടാക്കുന്ന വീടുകൾ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി താല്പര്യം കാണിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ഈ വീട് കൊള്ളാമെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ച് നമ്മളൊരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ആ വീട് വാങ്ങിക്കാൻ. കാരണം ആ വീടാണ് നിങ്ങളുടെ പിന്നെ അങ്ങോട്ടുള്ള വളർച്ചയെ സാരമായി ബാധിക്കുന്നത്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ പുറകിലോട്ടൊക്കെ പോകാനൊക്കെ കാരണം ആ വീടാകും. അപ്പോൾ അതുകൊണ്ട് ആ വീട് നമുക്ക് എപ്പോഴും വളരെ നന്നായിട്ടുള്ള ഒരു വീടായിരിക്കണം, അത് നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഒരു വസ്തുവിൽ വീടിന്റെ സ്ഥാനം. അപ്പോൾ ഒരു വീടിന്റെ സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു വസ്തു ഒരു 10 സെന്റ് വസ്തുവാണെന്ന് വെച്ചോ, 10 സെന്റ് വസ്തുവിൽ അല്ലെങ്കിൽ 5 സെന്റ് വസ്തുവിൽ നിങ്ങളൊരു വീട് ഇരിക്കുന്നത് വാങ്ങിക്കാൻ പോയി. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ വീടിൻ്റെ 4 സൈഡിലും വരുന്ന മുറ്റം ഏത് രീതിയിലായിരിക്കണം. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശത്തായിരിക്കണം. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ വീടിൻ്റെ ദർശനം തെക്കോട്ടാണ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് മുറ്റം കൂടിയാൽ കുഴപ്പമുണ്ടോ? തെക്ക് വശത്ത് മുറ്റം കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാൾ മുറ്റം വടക്ക് വശത്തുണ്ടായിരിക്കണം, എന്നാലേ അത് ബാലൻസിങ് ആവത്തുള്ളൂ. അപ്പം തെക്ക് വശത്ത് മുറ്റം കൂടുതലുള്ള വീടായിരിക്കണം. അപ്പോൾ വേറെയും ഒരുപാട് കമൻറ്റുകൾ വരാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 3 സെൻറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ ഞാൻ എന്തോ ചെയ്യും, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ അത് കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള ചില വാസ്തു മണ്ഡലങ്ങൾ ഫെങ്ഷി പ്രകാരം അല്ലെങ്കിൽ പിരമിഡ് പ്രകാരം ഒക്കെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഉള്ള സ്ഥലത്ത് എത്രത്തോളം പോസിറ്റീവ് എനർജി കൊണ്ടുവരിക, എത്രത്തോളം വാസ്തു കറക്റ്റ് ചെയ്യാൻ പറ്റുക, തീരെ പറ്റാത്ത സ്ഥലത്ത് ഫെങ്ഷിയുടെ ടൂളുകൾ ഉപയോഗിച്ച് അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇതുപോലെ വലിയ വസ്തു കിട്ടണമെന്നോ അല്ലെങ്കിൽ വലിയ വീട് കിട്ടണമെന്നോ ഒന്നുമില്ല. നമ്മളുടെ വീട് എന്താണോ അതിനെ നമുക്ക് ആ തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഓക്കെ, നമുക്ക് മാറ്ററിലേക്ക് വരാം. വസ്തുവിൽ വീടിന്റെ സ്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓരോ മുറ്റത്തിൻ്റെ ഓരോ കണക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശം വരുന്നുള്ള വീടായിരിക്കണം. അതായത് ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് കയറിയായിരിക്കണം വീട് നിൽക്കേണ്ടത്. വടക്കും കിഴക്കും മുറ്റം കൂടുതലുള്ളത് നന്ന്. അടുത്തത്, മെയിൻ ഡോറിന്റെ സ്ഥാനം. അതായത് നമ്മളുടെ ഒരു വീട്ടിന്റെ പ്രധാന ഡോർ, ഇപ്പം കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അത് കിഴക്കിന്റെ ഫുള്ള് നീളത്തിന്റെ ലെന്ത് എടുത്തിട്ട് ഇപ്പം 80 അടി നീളമുണ്ട് ഫ്രണ്ടിലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അതിന്റെ പകുതി എടുക്കുമ്പോൾ 40. ആ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കോട്ട് എവിടെ ഡോറ് വന്നാലും അത് ഉച്ചത്തിലേക്ക് വരും. വളരെ നല്ല സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് വടക്ക് ദർശനമാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കിൽ നിന്നും വടക്ക് പടിഞ്ഞാറോട്ടുള്ള നീളം എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് വരുന്ന സ്ഥാനം ഉച്ചമാണ്. തെക്കാണെങ്കിൽ തെക്കിൻ്റെ ഫുള്ള് നീളം എടുത്തിട്ട്, അതായത് തെക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കായിട്ട് വരുന്ന ഭാഗം ഉച്ചമാണ്. പടിഞ്ഞാറാണെങ്കിലോ പടിഞ്ഞാറിൻ്റെ ഫുള്ള് ലെന്ത് എടുത്തിട്ട് പടിഞ്ഞാറിൻ്റെ മധ്യഭാഗം എടുത്തിട്ട് അവിടെ നിന്നും വടക്ക് പടിഞ്ഞാറോട്ട് ഭാഗത്ത് വരുന്ന ഉച്ചം. അപ്പോൾ ഇതിൽ ഉച്ചത്തിലാണോ അതിൻ്റെ ഡോർ എന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ഗേറ്റിന്റെ സ്ഥാനം. ഞാൻ വീട്ടിൽ എങ്ങനെയാണോ ഗേറ്റിന്റെ മെയിൻ ഡോറിന്റെ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ ഗേറ്റ് ആ വസ്തുവിൽ എങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പല സ്ഥലങ്ങളിൽ കിച്ചണായിട്ട് ആൾക്കാർ പണിയുന്നുണ്ട്. എൻ്റെ അനുഭവത്തിലും ഞാൻ പഠിച്ചതിലും ഏറ്റവും കിച്ചന് പ്രോസ്പെരിറ്റി ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്, അഗ്നിക്കോണാണ്. അപ്പോൾ ആ അഗ്നിക്കോണിൽ കിച്ചൺ ഉണ്ടോ എന്ന് നോക്കുക. അടുത്തത് 5, കാർപോർച്ചിന്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് വീടുകൾ കാണിക്കുമ്പോൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഒരുപാട് വീടുകളിൽ പടിഞ്ഞാറോട്ട് ദർശനം തെക്കോട്ട് ദർശനമൊക്കെ ഉള്ള ഒരുപാട് വീടുകളിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ കാർപോർച്ച് നിൽക്കുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിൽ കാർപോർച്ച് നിൽക്കുന്നത് വീട്ടിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അപ്പോൾ അത് പാടില്ല. അടുത്തത്, വീടിന്റെ ആകൃതി. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല വീടുകളും പല ആകൃതിയിലാണ്. ഇത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. സൗത്തും ഈസ്റ്റും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് ഈസ്റ്റ്, സൗത്തും വെസ്റ്റും കൂടി ചേർന്ന സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂലയില്ല. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈശാന കോണില്ല.
അപ്പം ഇത്തരത്തിലുള്ള വീടിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിലോട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന വീട് ഇത്രയും കാര്യങ്ങളൊക്കെ അനുയോജ്യമാണോ, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി തരുന്ന വീടാണോ എന്ന് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക. അതല്ല നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ചിട്ട് മാത്രം ആ വീട് വാങ്ങിക്കുക. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒത്തിരി പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ വീട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വീടുകൾ എന്നെ ആൾക്കാർ വിളിച്ച് കാണിക്കുന്ന പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എല്ലാം കൊടുത്ത് പ്രമാണവും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് വിളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ആ വീട് ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു വീടായിരിക്കും. ഒരുപക്ഷെ നേരത്തെ ആണെങ്കിൽ നമുക്ക് പറയാം, ഇത് വീട് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്ക് അത് ഇത് ഒഴിവാക്കിയിട്ട് മറ്റൊരു വീട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. ഇവർ വാങ്ങിച്ച സ്ഥിതിക്ക് പിന്നെ ഇവർ പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്തവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ. പിന്നെ ഞാൻ പൊതുവായിട്ട് കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാങ്ങിക്കുന്ന വീടുകൾ, ഇത്തരത്തിലുള്ള വീടുകൾ ഇപ്പോൾ ഏകദേശം ഒരു 50 ലക്ഷം രൂപ വില മതിപ്പുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പക്ഷേ ഒരു 30 ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ വീട് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 35 ലക്ഷം രൂപയ്ക്കായിരിക്കും. അവരുടെ ലാഭമുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഈ വീട് വാങ്ങിച്ചത്. പക്ഷേ ഇതിൽ നേരത്തെ താമസിച്ച ആൾ ഒത്തിരി വാസ്തു പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇത് ഉപേക്ഷിച്ചതാണ് ഈ വീട്. അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു വീടായിരിക്കും നമ്മൾ കയറി വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കൺസൾട്ടിനെ കാണിച്ചതിന് ശേഷം മാത്രം വീടുകൾ വാങ്ങിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫെങ്ഷുയിലെ ചില ടൂളുകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടാം. നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം അങ്ങനെ കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി ടൂളുകൾ ഉപയോഗിച്ച് പോലും കറക്റ്റ് ചെയ്യുന്നുണ്ട്. വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യാം, പിന്നെ ടൂളുകൾ ഉപയോഗിച്ചും കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ടൂളുകൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാവുന്ന ചില ടൂളുകൾ ഇതെന്ന് പറയുന്നത് ഒരു ഫീനിക്സ് ബേർഡാണ്. ഫീനിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു എനർജി ഈ ഒരു ബേർഡ് തരുമെന്നാണ്. ഇത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഭാഗത്ത് വയ്ക്കാം. ഇതിൻ്റെ പിക്ചറുമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ജോഡി മണ്ടേരിയൻ ഡക്കുകളാണ്. ഇപ്പം പല വീടുകളിലും ഇപ്പം ഭാര്യയും ഭർത്താവിനും നല്ല ഇത് ടേംസിലായിരിക്കില്ല. പലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു ചില കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രോബ്ലം ഉള്ളവർക്ക് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിലും ഇതുപോലെ ഒരു ജോഡി മണ്ടേരിയൻ ഡക്കിൻ്റെ സ്റ്റാച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഐക്യം ഒന്ന് ഉറപ്പിക്കാനും സ്നേഹബന്ധം വളർത്താനും ഇത് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ പല സൈസ് ഉണ്ട്, ഇതിൻ്റെ വലുതും ചെറുതുമായിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ ഇന്നിപ്പോൾ തെക്ക് വശത്തിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഫീനിക്സ് കാണിച്ചു, തെക്ക് പടിഞ്ഞാറിനെ ചെയ്യാനായിട്ട് നമുക്ക് ഇത് മണ്ടേരിയൻ ഡക്ക് കാണിച്ചു. ഇത് അരോന എന്ന് പറഞ്ഞിട്ടുള്ളൊരു മത്സ്യമാണ്. ഇത് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ അരോന മത്സ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈവ് ഫിഷ് ഉണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ച് ഒരു അക്വേറിയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് കൗ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞത് പശുവും കുട്ടിയും കുറേ വെൽത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ്. ഇത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഒത്തിരി നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ. വാസ്തുപ്രകാരം നിങ്ങളുടെ വീടുകൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് അത് കറക്റ്റ് ചെയ്ത് നോക്കൂ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.